നമസ്കാരം. അടുത്ത ദിവസം ദേശീയ ബന്ദ്, ഭാരത് ബന്ദ് എന്നൊക്കെ ആഹ്വാനം ചെയ്തത് കേട്ടു. പക്ഷെ മല പോലെ വന്നത് എരി പോലെ പോയി എന്നാണ് കേൾക്കുന്നത്. സമൂഹ മാധ്യമത്തിൽ ഒരു കമന്റ് കണ്ടു, ഈ ബന്ദ് പ്രഖ്യാപിച്ചത് ആരും അറിഞ്ഞില്ല, പക്ഷെ ഇതിപ്പോൾ മാറ്റിവെച്ചപ്പോൾ എല്ലാവരും അറിഞ്ഞു. മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് അങ്ങനെ കണ്ടൊരു സംഘടനയാണ് ഈ ബന്ദ് പ്രഖ്യാപിച്ചത്. അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം എന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും കേന്ദ്ര സർക്കാരിനെതിരെ, അതുപോലെ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ എന്നൊക്കെയാണ് പറയുന്നത്. മറ്റ് മതസ്ഥരുടെ ആഘോഷങ്ങൾ, ദസറയും അതുപോലുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഈ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് ഈ ബന്ദ് മാറ്റിവെച്ചത് എന്നാണ് പറയുന്നത്. അല്ല, കേരളത്തിൽ ദസറയൊന്നും നടക്കുന്നില്ല. ഇതിപ്പോൾ കേരളത്തിൽ മാത്രം ഇത് ബന്ദ്. കേരളത്തിൽ പോലും ബന്ദാവൂല, ഹർത്താലേ ആവുകയുള്ളൂ. മറ്റ് ദസറൊക്കെ നടക്കുന്ന മധ്യപ്രദേശിലും ബീഹാറിലും അതുപോലെ ഉത്തരാഖണ്ഡിലും അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് എന്ന് പറഞ്ഞ് ബന്ധുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അരിപ്പയാക്കി വിടും. ജനങ്ങൾ തന്നെ തല്ലിക്കൊല്ലും. ഇത് തെരുവിലിറങ്ങാനുള്ള പുതിയ ഐഡിയകൾ സൃഷ്ടിക്കുകയാണ്. അതായത് മതത്തിന്റെ പേരിലും മതപരമായ കാര്യങ്ങളുടെ പേരിലും തെരുവിൽ ഇറങ്ങാൻ മനഃപൂർവ്വം കാരണങ്ങൾ നിരത്തി തെരുവിലിറങ്ങിയാണ്. ഓർക്കുക, ഈ തെരുവിൽ ഇറക്കം അങ്ങനെ വെറുതെ വിടുന്ന പരിപാടിയല്ല. കൂടെ ഇറങ്ങുന്നത് CRPF-കാരും BSF-കാരും അർദ്ധ സൈനിക വിഭാഗങ്ങളും ഇന്ത്യൻ സൈന്യവും ഒക്കെ ആയിരിക്കും. എല്ലാ സംസ്ഥാനത്തും അവർക്ക് യൂണിറ്റ് ഉണ്ട്. കേരളത്തിലടക്കം ഇറങ്ങിക്കഴിഞ്ഞാൽ പാങ്ങോട് നിന്നും ഏഴിമലയിൽ നിന്നും അതുപോലെ കൊച്ചിയിൽ നിന്നും ആളുകൾ തോക്കുമായിട്ട് ഇറങ്ങും. അതുപോലെ പള്ളിപ്പുറത്ത് നിന്ന്, തിരുവനന്തപുരത്ത് പള്ളിപ്പുറത്ത് CRPF-ന്റെ ക്യാമ്പുണ്ട്. അങ്ങനെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ തോക്കുമായി ഇറങ്ങും. അപ്പം ഈ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡാണ്, എന്താണ് കാര്യം എന്നൊക്കെ അറിഞ്ഞും കേട്ടും ഒക്കെ തന്നെ ആലോചിച്ച് വേണം ഈ ഒരു കാര്യത്തിൽ തെരുവിലിറങ്ങാൻ. മാറ്റിവെച്ചു എന്ന് പറയുമ്പോൾ ഇനി ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു തീയതിയിൽ ഇത് സംഭവിക്കുമായിരിക്കും. അതുകൊണ്ടാണ് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞത്. പിന്നെ പറയുന്നത് കേട്ടു, UP ഈ ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ട് പരിപാടി നടത്തില്ല. അവന്റെയൊക്കെ കാര്യം പോക്കാണ്. അവന്റെയൊക്കെ കെട്ടിടം വരെ ഇടിച്ചു തരത്തി. അതുപോലെ ഇവിടെ ചിലപ്പോൾ ഇടിച്ചു തരത്തുകയായിരിക്കും. കാരണം പിണറായി വിജയൻ ഇവരെയൊക്കെ തന്നെ പേടിയായതുകൊണ്ടും ഇവരുടെ വോട്ട് വേണ്ടതുകൊണ്ടും ഇടിച്ചു തരത്തിലോ മറ്റ് സംഭവങ്ങളോ ഉണ്ടായിരിക്കില്ലായിരിക്കും. പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞാൽ, കേന്ദ്ര സർക്കാർ പ്രത്യേക നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞാൽ കേരളത്തിലും പട്ടാളം ഇറങ്ങും. ഇവിടെ പേഴ്സണൽ ലോ ബോർഡാണ്, വഖഫാണ്, മാങ്ങയാണ്, തേങ്ങയാണെന്നും പറഞ്ഞുകൊണ്ട് തെരുവിലിറങ്ങിയാൽ വിവരം അറിയും. അത് മനസ്സിലാക്കിയിട്ടായിരിക്കണം ഇതിപ്പോൾ മാറ്റിവെച്ചത്. പിന്നെ ഒരു ദിവസം നടത്തുമോ എന്ന് നമുക്കറിയില്ല. എന്തായാലും മാറ്റിവെച്ചിരിക്കുന്നു. ആദ്യം പറഞ്ഞതുപോലെ ഭാരത് ബന്ദ് മാറ്റിവെച്ചത് എല്ലാവരും അറിഞ്ഞു. ദസറയും അതുപോലെ മറ്റ് ആഘോഷങ്ങളും ഒക്കെ നടക്കുന്നത് കൊണ്ടാണ് ബന്ദ് മാറ്റിവെച്ചത്. എന്തൊരു ദയാവായ്പ! മറ്റുള്ള മതസ്ഥരോട് എന്തൊരു സ്നേഹമാണ്! കാഫറുകളായിട്ട് കണ്ടിട്ട് അവരെ കൊല്ലാൻ നടക്കുകയാണ്. ഇവരുടെ കിതാബിലോതാ പറയുന്നത്. എന്നിട്ട് മറ്റുള്ള മതസ്ഥരുടെ ആ ആഘോഷങ്ങൾ നടക്കുന്നതുകൊണ്ട് മാറ്റിവെച്ചു. ദസറ നടക്കുന്ന ഇടത്തോട്ടൊക്കെ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡാണ്, വഖഫാണ്, തേങ്ങയാണെന്ന് പറഞ്ഞ് തെരുവിൽ ഇറങ്ങാൻ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ബാക്കി പോലും കാണില്ല. അത് മനസ്സിലാക്കിയിട്ടാണ് എന്ന് തോന്നുന്നു ഈ ഒരു കാര്യം ഇപ്പൊ തീരുമാനിച്ച് മാറ്റിവെച്ചിരിക്കുന്നത്. എന്തായാലും മാറ്റിവെച്ചത് നന്നായി. മാറ്റിവെച്ചതിനേക്കാളും നല്ലത് അതങ്ങ് റദ്ദാക്കി എന്ന് പറയുകയാണ്. ഇനി എപ്പോഴെങ്കിലും നടത്തുമോ എന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ആലോചിച്ച് നടപ്പിലാക്കിക്കോളൂ. പക്ഷെ അതിന്റെ ഫലം, അല്ലെങ്കിൽ അത്തരം തോന്നിയാസം കാണിച്ചതിന്റെ ഫലം അത്ര രസകരവും മധുരകരവും ഒന്നും ആയിരിക്കില്ല എന്നേ നിങ്ങളോടും ഈ പേഴ്സണൽ ലോ ബോർഡിനോടും ഒക്കെ പറയാനുള്ളൂ.